ഗൈസ് വെൽക്കം ബാക്ക്. നമ്മൾ എന്ത് ചെയ്ത് കൂറ്റാണ് ഇറച്ചാണ് പോകണ്ട. അപ്പോൾ അതിനായിട്ട് പിള്ളേരെ കാത്ത് നിൽക്കുന്ന അവർ വരുന്നവരെ കുറച്ച് നേരം പോസ്റ്റായി. ലാസ്റ്റ് അവർ വന്നിട്ട് നമ്മളെന്ത് ചെയ്തു, നേരെ നേർച്ചയൊക്കെ വിട്ട് അങ്ങനെ നമ്മളവിടെ എത്തി. വണ്ടി നമ്മൾ എന്ത് ചെയ്തു 2 കിലോമീറ്റർ മാറ്റി വെച്ച്, കാരണം കുറച്ചുകൂടി കഴിഞ്ഞാൽ അവിടെ നല്ല തിരക്കാവും. അപ്പോൾ ബ്ലോക്ക് കാര്യങ്ങളോ വേണ്ട വെച്ച് വണ്ടി മാറ്റി വെച്ച് ഞങ്ങൾ കൂറ്റനാട് സെൻറ്റർക്ക് എത്തി. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ അത്ര വലിയ പരിപാടിയല്ല, കാരണം വലിയ തിരക്കില്ല. ഇപ്രാവശ്യം എന്താ പള്ളിക്കൊന്നും പരിപാടി പോകണില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ഞങ്ങൾ ചെന്ന ടൈമിൽ നോക്കിയപ്പോൾ അവിടെ ഒരു ആനയും ഒരു പരിപാടിയൊന്നും കാണില്ല. നമ്മൾ ചേച്ചി പരിപാടി ചുരുങ്ങിയോ ചേച്ചി നല്ല ലാസ്റ്റ് അങ്ങോട്ട് പിന്നെ കുറച്ച് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പഴയ അത്ര ഇല്ലെങ്കിൽ നല്ല കുഴപ്പമില്ലാത്ത തിരക്കുണ്ട്. അങ്ങനെ നമ്മൾ പള്ളി ഇറങ്ങാണ്ട് പോയപ്പോൾ അവിടെ നിന്ന് ഒരു പരിപാടി വരുന്നതാണ്. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സാധുവിൻ്റെ ടീം വരുന്നതാണ്. സാധു അക്കാവള വിഷ്ണുനാരായണൊക്കെ ഒരു പെട്ട ടീം വരുന്നതാണ്. ഞങ്ങൾ എന്ത് ചെയ്യും, പള്ളി ഇറങ്ങാണ്ട് പോയില്ലേ, അവിടെ തന്നെ കുറച്ച് നേരം നിന്നപ്പോൾ എന്ത് ചെയ്തു, അവർ 4 പേരും കൂടിയിട്ട് മറ്റേ 2 ടീം കൂടിയിട്ട് വരുന്നതാണ്. കുറച്ച് നേരം അത് നോക്കി ഇന്ന് പിന്നെ ഒരു പെട്ട തലപ്പൊക്കെ ഉണ്ടാകുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ചോദിച്ചു അപ്പുറത്തൊരു വഴിയുണ്ട്, അതിൽ കൂടെ പോയേക്കാം, കാരണം പള്ളി ഇറങ്ങിട്ട് പോകണില്ല. അപ്പോൾ ആനകളെല്ലാവരും ആ വഴി കൂടെ പോകണമെന്നാണ് പറഞ്ഞ് അതുവരെ പോയിട്ട് തിരിച്ചു വരണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ വെച്ചിട്ട് കുറേ അങ്ങോട്ട് നടന്ന്, അപ്പോൾ അവിടെ നിന്ന് അത്യാവശ്യം നടക്കാണ്ട് കിട്ടുക. അപ്പോൾ കുറേ അങ്ങോട്ട് നടന്ന് അങ്ങനെ നമ്മൾ ആദ്യത്തെ ഒരു പ്രശ്നം കണ്ടത്. അപ്പോൾ അത് വലിയ കാര്യമായിട്ടില്ല, സോൾവ് ആയി. ഞാനും വിചാരിച്ചേ കൂറ്റനാട് നിറച്ച കടി എന്തായാലും സാധാരണ ഉണ്ടാവുന്നതാണ്, ഇപ്രാവശ്യം എന്നൊക്കെ ഉണ്ടായില്ലേ വിചാരിച്ച്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോയപ്പോൾ അവിടെ എണ്ണം കണ്ട്, എന്നിട്ട് കുഴപ്പമില്ല വാൻ സെറ്റിലായിട്ട് എന്ത് ചെയ്ത് പിന്നെ നമ്മൾ മുമ്പോട്ട് പോയി. അങ്ങനെ മുമ്പോട്ട് പോയപ്പോൾ നമ്മൾ ബാലരഥം കാര്യങ്ങളൊക്കെ എടുക്കണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ പിന്നെയും പോയപ്പോൾ വീണ്ടും ഒരു പരിപാടി കണ്ട്. അപ്പോൾ അങ്ങനെ ആ പരിപാടി കണ്ട് നിൽക്കുമ്പോഴാണ് അവിടെ വീണ്ടും ഒരു പ്രശ്നം. അത് ചെറിയ കമ്മിറ്റി ഇഷ്യൂ എന്തൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതും വലിയ കാര്യമില്ലാതെ അത് ഒരു സോൾവായിട്ട് എന്ത് ചെയ്ത് നമ്മൾ വീണ്ടും പോയി. ഈ ആനയുടെ കണ്ടുണ്ട് ഗൈസ്, ഈ കാകെന്തോ വിഷമം ചെയ്യാനാണ് പാവം. ബട്ട് ഒരു സൈഡ് മാത്രമല്ല, മറ്റേ സൈഡ് കുഴപ്പമില്ല, കണ്ണാല്ലേ നോർമലി നിന്ന് എന്തോ നമുക്കറിയില്ല. പിന്നെ നമ്മൾ ബാലനെ കണ്ട് അങ്ങനെ കുറച്ച് നേരം പിന്നെ മുമ്പോട്ട് നടന്നപ്പോൾ അവിടെ അത്യാവശ്യം പരിപാടി വരുന്നുണ്ട്, ആനകളൊക്കെ അവിടെ നിന്ന് അത്യാവശ്യം വരുന്നുണ്ട്. ഞാൻ പോയപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തു, കാളിദാസൻ നിൽക്കണമെന്ന്, ചെറുക്കല്ല കാളിദാസൻ നിൽക്കണമെന്ന്. അങ്ങനെ അവനെ കുറച്ച് നേരം കണ്ട് നിങ്ങൾക്കറിയില്ലേ ഗൈസ്, മറ്റേ കഴിഞ്ഞ വർഷത്തെ നേർച്ചത്തെ ആന അടഞ്ഞിട്ട് പാപ്പാനെ കുത്തി കൊന്നു പറഞ്ഞില്ലേ, ആ ചേട്ടനാണിത്. അപ്പോൾ അവരെ കമ്മിറ്റിക്കാരൻ ആ ചേട്ടന് ഒരു അനുസ്മരണമായിട്ട് ഫ്ലക്സ് കണ്ടൊക്കെ വെച്ചിട്ടുണ്ട്. അത് നല്ല ഇഷ്ടമായി. പിന്നെ അവരെ പരിപാടി ബാഗിൽ അത്യാവശ്യം നല്ല കുറേ പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് ഈ ഒരു പരിപാടിക്ക് നല്ല ഇഷ്ടമായിട്ടാ. നമ്മുടെ മെസ്സി, നെയ്മറും ഗോലികളും ഹൽക്കൂരെല്ലാവരും കൂടിയിട്ട് അയ്യം വിജയനും എല്ലാവരും ഉണ്ട്. പരിപാടിക്ക് നല്ല ഇഷ്ടമായി. അത് കണ്ടു നിൽക്കുമ്പോഴാണ് അവിടെ ചെറുക്കൽ കാളിദാസിനെയും പുതുപ്പുള്ളി സാധുവിൻ്റെ ഒരു അതിഗംഭീരമായ ഒരു പെട്ട തലപ്പൊക്കം. രണ്ടുപേരും ഒപ്പത്തിനൊപ്പം നിന്നുകൊണ്ട് തന്നെ ആ പരിപാടി അടിപൊളി. 2 പേരും ഒപ്പത്തിനൊപ്പം നിന്ന്. അതിനുശേഷം പിന്നെ പോയപ്പോൾ സാധു നേരെ പോയപ്പോൾ എന്ത് ചെയ്തു, ഏട്ടനുണ്ട് പുതുപ്പള്ളി കാശാണ് ഉണ്ടാകുന്നത്. അവർ 2 പേരും തലപ്പൊക്കം അതും നല്ല തന്നെ. പക്ഷേ 2 പേരും ഒപ്പം നിർത്തിയിട്ട് കാണാൻ പറ്റിയില്ല. പിന്നെ നമ്മളങ്ങോട്ട് പോയില്ല, ബാക്കിൽ അത്യാവശ്യം പരിപാടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് സെൻറ്ററിലേക്ക് തന്നെ പോകാൻ വിളിച്ച്. അങ്ങനെ വന്ന വഴി നമ്മൾ അത്യാവശ്യം തിരിച്ച് നടന്ന് അങ്ങനെ പോകാൻ വേണ്ടി നമ്മളാണ് എന്ത് ചെയ്ത്, അവിടെ വേറൊരു അടി. അതൊക്കെ വലിയ കാര്യമായിട്ട് കിട്ടിയില്ല. അങ്ങനെ നമ്മൾ പിന്നെയും പോയി. അപ്പോൾ ഫാൽക്കൺസിൻ്റെ ഒരു പരിപാടി നടക്കണം. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് സെൻറ്ററിലെത്തി. സെൻറ്ററിൽ എല്ലാവരും വെയിറ്റ് ചെയ്യാണ്, ആനകൾ വരുന്നത്. കാരണം സെൻറ്ററിൽ നിന്ന് കൂട്ടിയെഴുന്നള്ളിപ്പ് കഴിഞ്ഞിട്ടാണ് ആനകൾ തിരിച്ച് പോകണമെങ്കിൽ. അപ്പോൾ എല്ലാവരും സെൻറ്ററിൽ ആനനെ നോക്കി നിൽക്കുന്നത്. അപ്പോൾ ഓരോ ടീംസ് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കണുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഫാൽക്കൺസ് വരുന്നതാണ്. അപ്പോൾ അവരായിട്ട് പോലീസുകാരും കമ്മിറ്റിക്കാരും തമ്മിൽ എന്തൊക്കെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് ഒരു വേണ്ട തർക്കം കാര്യങ്ങളൊക്കെ നിന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പോലീസുകാരായിട്ട് ഒരു അടി ഉണ്ടാവുമെന്നൊരു വിചാരിച്ചേ.
അതെന്തോ അപ്പോഴത്തെ ഇതിൽ സോൾവ് ആയി പോയി. അതിന് പിന്നെ ഒരു പരിപാടി മുമ്പോട്ട് കൊണ്ടുപോയി. മീൻസ് ആൾക്കാരൊക്കെ മാറ്റി. അത്യാവശ്യം നല്ല തിരക്കുണ്ടാകുന്നു കേട്ടോ. ആ ടൈമിൽ ഞങ്ങൾ ചെന്ന ടൈമത്തെ പോലെ ആ ടൈമിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടാകുന്നു. എന്ത് ചെയ്തു, അപ്പുറത്ത് കിടക്കാൻ വിചാരിച്ചു. കാരണം നല്ല തിരക്കാണ്, കുറച്ചുകൂടി എനിക്ക് തീരും കിടക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അപ്പുറത്ത് കിടന്നപ്പോൾ അവിടെ ഒരു ഗംഭീരമായിട്ട്. അപ്പോൾ അത് ഫുള്ളായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ സ്ക്രീനിൽ എടുക്കണമെന്ന് ആ ഭാഗം മാത്രം എടുത്തിട്ടുള്ളൂ. അങ്ങനെ ഇത് കണ്ടിരിക്കുമ്പോഴാണ് ഗൈസിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയത്. സോറിക്ക് ബാക്കി ഫുൾ വീഡിയോ ഇടാൻ പറ്റിയില്ല. ബാക്കി നല്ല വീഡിയോസ് കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ വീഡിയോ കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഓക്കെ, ബൈ.